മരണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജീവിതത്തിലോട്ടുള്ള ഒരുക്കം മാത്രമാണ്. ഒരിക്കലും മരിക്കാത്തൊരു ജീവിതത്തിലോട്ടുള്ള ഒരുക്കത്തിന് അല്പസമയം കണ്ണടച്ച് കിടക്കുന്നു. അത് ഉറക്കമാണ്. അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇത്ര വർഷം എനിക്ക് ജീവിക്കണം, 120 വർഷം വരെ ജീവിച്ചിരുന്ന മറ്റുള്ളവർക്കും കൂടെ ഭാരമായി ജീവിക്കാതെ നല്ല രീതിയിൽ ആയുസ്സായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്തന്റെ മരണം ഉറക്കം പോലെ അത്രേ. മറ്റുള്ളവർക്കൊന്ന് ഇടർച്ചയും ഭാരവും ഇടർച്ചയാകാതെ നമ്മുടെ മരണം. അതാണ് യാക്കോബ് മക്കളെ 12 പേരെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ദാ മരിക്കാൻ പോകുന്നു. അതാണ് ഭക്തന്മാർ. ഞാൻ ദാ മരിക്കാൻ പോകുന്നു. എന്തൊരു കോൺഫിഡൻസ്, എന്തൊരു ധൈര്യം. അല്ലാതെ മക്കളെയെല്ലാം കെട്ടിപ്പിടിച്ച് മൂക്കളെല്ലാം ഒഴിപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ച്, അയ്യോ എന്നെ രക്ഷിക്കടാ, എന്നെ IC കൊണ്ടുപോടാ, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോടാ, എന്നെ കിംസി കൊണ്ടുപോടാ, എന്നെ രക്ഷിക്കടാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് വിളിക്കേണ്ട കാര്യം. അതും വെളിപ്പാടില്ലാത്തവനാണ്, അവൻ ഭയമുള്ളവനാണ്, അവനറിയാം അവൻ നിത്യനരകത്തിൽ പോകുമെന്ന്. പക്ഷെ സ്വർഗത്തിൽ പോകുമെന്ന് വ്യക്തമായി ഉറപ്പുള്ളവൻ അതിനുവേണ്ടി ഒരുക്കത്തോടെ ഇരിക്കും. ഏത് സമയം വിളിച്ചാലും ഐ ആം റെഡി. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ഭൂമി, അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇറങ്ങിക്കൊണ്ട, കാരണം എത്രയും വേഗം എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ എനിക്ക് എത്തിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൗത്യം എൻ്റെ കർത്താവ് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഇതാണ് ഒരു ഭക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഭക്തന്മാരല്ലാത്തവരുടെ അവസ്ഥ, മരണം എന്ന് പറഞ്ഞാൽ നിലവിളിയും കയ്യിട്ടടിയും ബഹളവും കണ്ണുനീരും ഒക്കെ പോരും. അല്ലെങ്കിൽ പാഷന്മാരെ കണ്ട കണ്ണ് ചുവന്നിരിക്കും, അവരുടെ ശുശ്രൂഷ കണ്ട് ഇഷ്ടപ്പെടത്തില്ല, അവരടിക്കണമെന്ന് തോന്നും. പക്ഷേ കരച്ചിൽ, ഈ മരിക്കാൻ സമയമാകുമ്പോൾ അവർ ഭയങ്കര സന്തോഷവും ചിരിയും ബഹളവും, കരച്ചിലും ബഹളവും. എന്നെ എങ്ങനെയും രക്ഷിക്കുക ഭാഷയെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിനാ ഇവിടെ നിന്ന് രക്ഷിക്കാൻ?